അങ്ങനെ 3 മണി ആവാറായി. ഞാനും കെട്ടിയവനും കൂടി മിന്നൂസിനെ കൂട്ടാൻ നേഴ്സറിയിലേക്ക് പോവാണ്. വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 1/2 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ അവിടേക്കുള്ള ദൂരം. ഇതിലൂടെ ഉണ്ട് നമ്മൾ മിന്നൂസിൻ്റെ അംഗനവാടിയിലേക്ക് പോവാം. പോകുന്ന വഴിക്കൊരു തന്നെയാണ് മാടകശ്ശേരി അമ്പലം ഉള്ളത്. അമ്പലം ഈ പാടവക്കത്തോടെ ഉണ്ടോ റോഡ് പോകുന്നത്. റോഡിൻ്റെ അവസ്ഥയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. റോഡാണോ തോടാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ജനങ്ങൾ ഇതിലൂടെ പോകുന്നത്. അപ്പോൾ പിന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കല്ലാതെ യാതൊരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ മിന്നൂസിൻ്റെ നേഴ്സറിയിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വളവും തിരിവൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അംഗനവാടീൻ്റെ അടുത്തേക്ക് എത്താമെന്ന്. പിന്നെയും തോട് വരുന്നു. തോടാന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന തോട്. കാരണം എന്താണ് കേട്ടോ, കോറിയിൽ നിന്നുള്ള വെള്ളമാണ് ഒഴുകിയെത്തുകയാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ചെറുപ്പത്തിൽ കെട്ടിയവനൊക്കെ കുറേ ചാടി കളിച്ച കുളമാണിത്. പക്ഷെ എനിക്ക് വെള്ളം പേടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എടുക്കാറില്ല. അപ്പോൾ ഇതാ മിന്നൂസിൻ്റെ അംഗനവാടീൻ്റെ അടുത്തെത്തി. ഞാൻ അവളെ കൂട്ടാനായിട്ട് പോവാണ്. മുമ്പിൽ കുറേ ഉമ്മമാരും പോകുന്നുണ്ട്. കെട്ടിയവനിതാ അവിടെ കാത്തിക്കാണ്, വണ്ടിയും കൊണ്ട് കാത്തിക്കാണ്. അങ്ങനെ അംഗനവാടീൻ്റെ ഗേറ്റൊക്കെ തുറന്ന് പാർക്കാണ്. മിന്നൂസ് അവിടെ എന്തോ പരിപാടിയിലാണ്. വെറുതെ ഒന്നല്ല, രാവിലെ കൊടുത്തയച്ച പലഹാരം പുട്ടായിരുന്നു തന്നെ അത് തിന്നുകൊണ്ടിരിക്കാൻ മുപ്പത്തി. അംഗനവാടിയിൽ കഴിഞ്ഞ കൊല്ലം 36 ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ഫോട്ടോയാണ്, കഴിഞ്ഞ കൊല്ലത്തെ ഫോട്ടോയാണ്. രാവിലെ കൊണ്ടുപോയാക്കുമ്പോൾ മുപ്പത്തിക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര കരച്ചിലാണ്. പോകാനാകുമ്പോൾ വിളിച്ചാൽ വരില്ല, അതാണ് അവസ്ഥ. ഏതായാലും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ കൊടുത്തയച്ചതാ, ഉച്ചയ്ക്ക് പിന്നെ തിന്നിട്ടില്ല. വൈകുന്നേരം പോരാൻ നേരത്താണ് മുപ്പത്തിയൊക്കെ കഴിക്കൽ. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ടീച്ചർ എല്ലാവരെയും അട്ടി ഒതുക്കി ദേശീയഗാനം ചൊല്ലാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവർ ദേശീയഗാനത്തിന് നിൽക്കുകയാണോ സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ നിൽക്കുകയാണെന്ന് ഉള്ള സംശയത്തിലാണ് കേട്ടോ. കണ്ടോ, അങ്ങോട്ടും ഉന്തി ഇങ്ങോട്ടും ഉന്തി. കക്കാടാണ് കേട്ടോ നമ്മുടെ അംഗനവാടി വരുന്നത്. പെട്ടെന്ന് മഴയും പെയ്ത് കുടയെടുത്തിട്ടില്ല, കോട്ടും എടുത്തിട്ടില്ല. ഞാനും മിന്നും അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മക്കളെല്ലാവരും അമ്മമാരൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുട എടുക്കാതെ, പെട്ടെന്ന് പെയ്ത മഴയായതുകൊണ്ടാണ് കുട എടുക്കാതെ പോകുന്നത്. ഏതായാലും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ടീച്ചർ പിന്നെയും മഴ ഒന്ന് ചോരട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പിടിച്ച് ഉള്ളിലേക്ക് തന്നെ ഇട്ടു. ഏതായാലും പോകുന്നില്ലല്ലോ, അവിടെ നിൽക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. അമ്മമാരെ ഞങ്ങളെല്ലാവരും പുറത്തു നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് വിട്ടു. മിന്നൂസ് കൂടെയൊക്കെ നിർത്തി പുറത്തേക്ക് ഇറങ്ങാൻ പോകാനായിട്ടില്ല. എൻ്റെ അടുത്ത് കൂടെ അല്ല, മുപ്പത്തി നല്ല കളിയിലാണ്. മഴ കണ്ടാൽ പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ, ഒരു കുടയും കൂടെ ഉണ്ടെങ്കിൽ. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പപ്പ കാത്തിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ മുപ്പത്തി സ്പീഡിലോടാണ്. അങ്ങനെ നമ്മുടെ പപ്പയുടെ അടുത്തെത്തി. വണ്ടിമ്മ കയറി നമ്മളിതാ പോവുകയാണ്. പോകുന്ന വഴിക്ക് കെട്ടിയവന് കുറേ കാര്യങ്ങൾ. ഞാൻ ചാടീനെ കുളമാണ്, അവിടെ നിന്ന് ചാടീനി ഇവിടെ നിന്ന് ചാടീനി എന്നൊക്കെ പറഞ്ഞ് വല്ല തള്ള വിടുകയാണ്. തള്ളല്ല കേട്ടോ, ശരിക്കുള്ളതാണ്. അങ്ങനെ മിന്നൂസിൻ്റെ കാല് കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇറങ്ങി. പേടിക്കാനൊന്നുമില്ലല്ലോ, റോഡുമ്പോൾ തന്നെ വെള്ളമല്ലേ, പിന്നെ കാലും കഴുകാമല്ലോ. പിന്നെ മുപ്പത്തി കാലൊക്കെ കഴുകി ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക്. കയറാൻ തോന്നില്ല കേട്ടോ, വെള്ളത്തിൽ കളിയായതുകൊണ്ട് മക്കൾക്ക് അങ്ങനെ തന്നെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല.